അടിപൊളിയായിട്ടുണ്ട്. ഇനി ചുവപ്പ് കാറ് വേണോ നീലക്കാറ് വേണോ? ചുവപ്പായിരിക്കും നന്നാവുക. എന്താന്ന് വെച്ചാൽ ചുവപ്പിൽ ഈ കറുത്ത ഗ്ലാസ്സൊക്കെ വെച്ച് ഇരിക്കുമ്പോൾ മപ്പായിരിക്കും. ഇപ്പോൾ വരുമായിരിക്കും. എന്താടി ഉണ്ടകണ്ണി നോക്കണത്? ഒന്നുമില്ല. എന്താ ഈ കോലത്തില്? എന്താണ് കാര്യം? അല്ല, ഈ കൂളിംഗ് ഗ്ലാസും ഷൂ ഒക്കെ കൂടെ കാര്യമുണ്ട്. എനിക്ക് നമ്മളെ ജീവൻ കൃഷ്ണഗ്രാമം എടുത്തു തന്നിട്ടുണ്ട്. കൃഷ്ണഗ്രാമോ? ആണ്, മൊബൈലിലുള്ള കൃഷ്ണഗ്രാമിൽ അക്കൗണ്ട് എടുത്തു തന്നിട്ടുണ്ട്. മണ്ട, കൃഷ്ണഗ്രാം അല്ല, ഇൻസ്റ്റാഗ്രാം. എനിക്കറിയടി, ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ. അയ്യടാ, ഈ പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാർക്ക് വരെ ഇതിന്റെയൊക്കെ പേരറിയാം. ഇത് ഏത് ലോകത്താ ജീവിക്കുന്നേ? പാടത്ത് പണിയെടുക്കുന്നേ ഞാനല്ല, അത് നിന്റെ അപ്പൻ. ഞാൻ അപ്പനെ പറഞ്ഞുണ്ടല്ലോ, തന്റെ കണ്ണടയല്ല താൻ അടക്കം തെറിക്കും. ആ, നീ എന്റെ കണ്ണടയെ തൊട്ട് കളിച്ച നിന്റെ കയ്യാൻ വെട്ടും. രാവിലെ എന്നെ കണ്ണടയും ഷൂട്ട് ഇറങ്ങിയിരിക്കുക എന്നെ ചീത്ത പറയാനായിട്ട്. കാണുമ്പോ എങ്ങനെയുള്ളതെന്നറിയോ? ഈ ജാതിക്കത്തോട്ടത്തിന് കോലം വെച്ച പോലെ ഉണ്ട്. അതാര് കണ്ടാലും പറയും. ആരോടും പറ. നീ ആ ഗ്ലാസ് താഴെയിട്ട് പൊട്ടിക്കരുത്. ഹായ്, എത്ര ഇതിങ്ങനെ മടങ്ങുന്നൊക്കെ ഉണ്ടല്ലോ. ആഹാ, കൊള്ളാലോ സാറിനും. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. ഇത് മറ്റേ അയാളെ തട്ടിപ്പും വെട്ടിപ്പിലും വാങ്ങിയല്ല, ചൊള കണക്കിന് കാശ് കൊടുത്ത് വാങ്ങിയാണ്. നീ ആവണേ. അയ്യോ, കണ്ണു കാണാൻ വയ്യ. അത് നിന്റെ അയ്യോ, ഇരുട്ടാകെ. സത്യം പറ, ഇതാ ബസ്സിന്ന് മറ്റേ ഇവിടെ ജംഗ്ഷനിലൊക്കെ വിൽക്കാൻ വരൂലേ ബംഗാളികൾ, അവിടെ നിന്ന് മേടിച്ചല്ലേ 20 രൂപ കൊടുത്തിട്ട്? അത് ഞാനല്ല, നിന്റെ കാരണവന്മാരായിരിക്കും. അവർക്ക് ഇത് തന്നെയാണല്ലോ തൊഴിൽ. നീ ഇവിടെ ഇത്തിൽകണി പോലെ ഇങ്ങനെ പറ്റിക്കൂട്ടി നടക്കുകയല്ലേ. പിന്നെ ബാക്കിയുള്ള കാര്യം ഞങ്ങളൊക്കെ ഇതൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. കിളവാ, എന്റെ വീട്ടുകാരെ പറഞ്ഞുണ്ടല്ലോ, ഞാൻ സഹിക്കൂലട്ടാ. ഇതൊക്കെ നിങ്ങൾ പോയി ക്ലാരയുടെ അടുത്ത് വിളമ്പിയാ മതി, എന്റെ അടുത്ത് ഇറക്കാൻ വരണ്ട. നീ പോ, ഞാൻ എൻ്റെ കാറ് ജീവവേയിൽ എനിക്ക് കാറ് കിട്ടും. എന്നിട്ട് അത് കിട്ടിയിട്ട് ഞാനൊരു വരുത്തുണ്ട് ഇരുന്നിട്ട് നോക്കിക്കോ. എന്നിട്ട് നിന്നെ ഈ വീടിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ വന്ന് കാണിക്കും. എന്നിട്ട് നിന്നെ കൊണ്ട് ഞാൻ മൂക്കൊണ്ട് ഇക്ഷ ഇണ്ണ എന്ന് ഞാൻ വരപ്പിക്കും. നോക്കിക്കോ. ഗീവവേയിൽ വന്ന കാറില് നിങ്ങൾ പോയിട്ട് എന്നെ മറ്റേ വരപ്പിക്കും. ഓക്കെ, ഞാൻ ആ ഉമ്മറത്ത് തന്നെ ചാരി കസേരയിൽ ഇങ്ങനെ ഇരിക്കാം. നിങ്ങൾ വന്നിട്ട് എന്നെ മൂക്കുകൊണ്ട് ഇക്ഷ ഇണ്ണ ഇട്ട വരപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. താൻ വാ കേട്ടാ, ബാക്കി അന്നേരം ഞാൻ തരാം. താൻ എന്റെ തന്തക്ക് വിളിച്ചു, എന്റെ കാരണവന്മാരെ പറഞ്ഞു. ഇത് ഞാൻ സഹിക്കൂല. ഈ വർക്കിക്ക് പുല്ലാണ്. ആ, ഞാൻ കാറിൽ വരുന്നുണ്ട്. ചെവിയിൽ നുള്ളിയിരുന്നോ താൻ? എവിടെ നിന്ന് വരുന്നു? നിന്റെ അപ്പനാടി മൊട്ടന്റെ തന്തയാടി. തന്നെയുണ്ടല്ലോ. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാടി. തന്നെ ഞാനും എടുത്തോളാടാ. ഒന്ന് പോടി, ഒന്ന് പോടി. ക്ലാര ആന്റിന്റെ ഭർത്താവായി പോയി. അല്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ കൊന്നേനെ. ഇമാരി തലയ്ക്ക് സ്ഥിരതയില്ലാത്തവളൊക്കെയാണ് എൻ്റെ പെൺപിള്ള ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെ നന്നാവും? ഒരു കാര്യമില്ല. വൃശ്ചിമാസം ആയതുകൊണ്ടാണ് തോന്നുന്നു സൂര്യനൊന്നും പഴയ ചൂടില്ല. അല്ലെ തന്നെ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണമെന്നോ ഒരു ചൂടില്ല. അപ്പൊ പിന്നെ സൂര്യൻ എങ്ങനെ ചൂടുണ്ടാവും? എന്താ പറയാ? ജീവന് നല്ല പനി ആണോ? മരുന്നിന് പോയിട്ട് മരുന്ന് നമ്മൾ പഴയ ചുക്കാപ്പി കൊടുത്താലോ എന്ന് വിചാരിച്ചു. നല്ലതാ. ചുക്കാപ്പി കുടിച്ചൊന്ന് വിയർത്ത് കഴിഞ്ഞാൽ പനിയൊക്കെ പെട്ടെന്ന്. ചുക്കാപ്പി ഉണ്ടാക്കി തരുമോ? ഇല്ല. അയ്യോ, ഒരു ഗ്ലാസ് ചുക്കാപ്പി മതി. ഞാനെന്തിനാ ഉണ്ടാക്കുന്ന? നിനക്ക് അങ്ങ് ഉണ്ടാക്കി കൂടെ? എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല, അതുകൊണ്ടല്ലേ. അയ്യോ, ഇതൊക്കെ എന്തോ അറിയാനിരിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് വെക്കുക, ഇത്തിരി കരിപ്പട്ടി എടുത്ത് അതിനകത്ത് ഇടുക,
2 തുളസിയില് 5-6 കുരുമുളകും 1 കഷ്ണം ചുക്കും ഇത്തിരി ഉലുവായും എല്ലാം കൂടെ ഇട്ട് തിളപ്പിച്ചിട്ട് ഇത്തിരി കാപ്പിപ്പൊടി കൂടെ ഇട്ട് എടുത്താൽ മതി. അല്ല ആന്റി, എനിക്ക് ഇതിന്റെ ഒന്നും അളവ് അറിയത്തില്ല. അതല്ലേ പറഞ്ഞ 1 ഗ്ലാസ് വെള്ളത്തിന് 2-3 ഇലയൊക്കെ വെച്ചൊക്കെ ഇട്ടാ മതി. 5-6 കുരുമുളകൊക്കെ ഇട്ടാ മതി. അതല്ലേ ഈ അളവല്ലേ ഇപ്പൊ പറഞ്ഞത്. എത്ര കുരുമുളക്? എടാ ഒരു 5-6 കുരുമുളക്, 1 കഷ്ണം ചുക്ക്. 6 കുരുമുളക് ചുക്ക്. ചുക്ക് എത്ര ഇടണം? ചുക്ക് 1 കഷ്ണം, ഒരു കുഞ്ഞു കഷ്ണം. പിന്നെ ഇതൊക്കെ സമയമാകുമ്പോഴത്തേന് അവൻ എന്തെങ്കിലും പറ്റിപ്പോയാലോ? ആന്റി ഉണ്ടാക്കി തന്നാ കൊണ്ടു കൊടുത്താൽ അവൻ കുടിച്ച് ശരിയാവും. ഇല്ല, ഉണ്ടാക്കത്തില്ല. നിങ്ങൾ ആമ്പിള്ളാരാന്നും പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല. കാര്യം നിങ്ങളെ ജീവിതത്തിൽ അവനവൻ 1 ഗ്ലാസ് കട്ടൻ ചായ തിളപ്പിച്ച് കുടിക്കാനെങ്കിലും പഠിച്ചിരിക്കണം. ഇല്ലെങ്കിലേ നാളെ നിങ്ങൾ ഒരു പെണ്ണിനെ കെട്ടിക്കഴിയുമ്പോൾ അവള് ചോദിക്കും അമ്മയൊന്നും പഠിപ്പിച്ചു തന്നില്ലേ എന്ന്. കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം, ചുക്കാപ്പി ഉണ്ടാക്കാൻ അറിയത്തില്ല. കട്ടൻ ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചുക്ക് കാപ്പി, ഇത്തിരും കൂടെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ ഒന്ന് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ അടുത്ത ചുക്കാപ്പി മുതൽ ഞാൻ ഉണ്ടാക്കിക്കോളാം. ഇപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചങ്ങ് ഒരു ചുക്കാപ്പി ഉണ്ടാക്കി നോക്ക്. അന്നേരം അടുത്ത ചുക്കാപ്പി നിനക്ക് തന്നെ അങ്ങ് ഉണ്ടാക്കാമല്ലോ. എന്നാ ഞാൻ യൂട്യൂബ് നോക്കി ചെയ്യാം. ചെയ്യണം. വെറുതെ കയ്യും വെച്ചോണ്ട് ഇരിക്കുവല്ല, എന്നെ കൊണ്ട് തന്നെ ചെയ്യിച്ചിട്ട് തിന്നാനും കുടിക്കാനുമായിട്ട്. എല്ലാം വില മടിയന്മാരാണല്ലോ നോക്കുക. അതെങ്ങനാ വർക്കിച്ചനെക്കാട്ടല്ലേ പഠിക്കുന്നത്? എടി പന്നി പിടിച്ചെന്നല്ല പനി പിടിച്ചെന്നാ പറഞ്ഞത്. വിവരക്കേടാന്ന് നോക്കണം. എൻ്റെ അമ്മൂ, പെണ്ണുപിടുത്ത് ചുക്കാപ്പിയിൽ ഉണ്ടാക്കാൻ പറഞ്ഞു. എല്ലാ താജ്മഹലൊന്നും അല്ലല്ലോ. ഈ ചുക്കാപ്പി ഉണ്ടാക്കാൻ അറിയില്ല. എന്നിട്ട് ചുക്കാപ്പി കൂടി ഉണ്ടായിരുന്ന ചുക്കാപ്പി ഉണ്ടായി. എന്താടാ? അയ്യോ, എങ്ങനെയുണ്ടാ? ഓക്കെ അല്ലേ? കുറവൊന്നുമില്ലടാ. ഇതെന്താ ചുടുവട്ടയോ? എന്ത് പറ്റി? ഭയങ്കര ചൂട്. ചൂടുണ്ടാവും, എനിക്കറിയാൻ പറ്റുന്നില്ല. ഒരു വല്ലാത്ത പനിയാടാ, ഭയങ്കര ക്ഷീണവും. ആണോ? തലവേദന, എനിക്ക് കണ്ണൊക്കെ എന്തോ പോലെ ഇരിക്കുക. ഇത് സാധാ പനിയാണ്, അതെനിക്ക് തോന്നുന്നില്ലടാ. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടാ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, എനിക്ക് അനങ്ങാൻ പറ്റില്ല. എടാ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഹോസ്പിറ്റലിലാ? ഈ ചെറിയ പനിക്കാ? നിനക്ക് ഇഞ്ചക്ഷൻ പേടിയല്ലേ? ഈ ഇഞ്ചക്ഷനൊക്കെ ഇതിൽ കുത്തിയുള്ള അവസ്ഥ ആലോചിക്ക്, അത് ഒടിഞ്ഞു പോവില്ലേ? അതെ, ഭയങ്കര മസിലല്ല അത്, കരിക്കട്ടി. നീ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതിനെ പറ്റി ആലോചിക്കില്ല. നിനക്ക് ഇൻഷുറൻസ് ഉണ്ടോ? എടാ അതിന് എനിക്ക് വണ്ടി ഇല്ലല്ലോടാ. അതല്ല, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോന്ന്. അങ്ങനത്തെ ഒക്കെ ഇൻഷുറൻസ് ഉണ്ടോ? നീ ഇതൊന്നും അറിയാണ്ടാണോടാ പനിയും പിടിച്ചുവിട്ടിരിക്കുന്നത്? എടാ പനി പിടിക്കുമ്പോൾ ഇതെല്ലാം അറിയണം നിർബന്ധമുണ്ടോ? ഇതൊക്കെ അറിയണം. ഇതൊന്നും അറിയാണ്ട് നീ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമൊന്നും പറയാം. പൈസ ഉണ്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ? പൈസ ഇല്ലടാ, നീ എൻ്റെ ഒരു കൂട്ടുകാരനല്ലേടാ. നിനക്ക് ചുക്കാപ്പി ഉണ്ടാക്കാൻ ഞാൻ അത്രയും തെറി വിളിച്ച് അത്രയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അത്രയൊക്കെ പറ്റത്തുള്ളൂ. ആ ചുക്കാപ്പി പിടിച്ചു കഴിഞ്ഞാൽ ശരിയാവൂടാ. നമ്മളൊക്കെ പണ്ടൊക്കെ എന്തോരം പനി പിടിച്ച് മഴയത്തൊക്കെ കളിച്ചണ. അല്ല, ഒരുപാട് അങ്ങനെ കണ്ടത്തിലൊക്കെ. ഞാൻ പനി പിടിച്ച് മഴയത്തൊന്നും ഇറങ്ങാറില്ല. എൻ്റെ അമ്മ സമ്മതിക്കലായിരുന്നു. എൻ്റെ അമ്മയുടെ ഫുൾ സപ്പോർട്ടായിരുന്നു. അതൊക്കെ ഒരു കാലം. ഇപ്പം പനി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മൂലയ്ക്ക് കുത്തിയിരിക്കും. നാവ് പിടിക്കണം. പറ്റുവാണെങ്കിൽ ഒരു പാരസെറ്റമോൾ ഗുളിക. പാരസെറ്റമോളിനും പൈസ കൊടുക്കണം. ഇവിടെ അവരുടെ ഒന്നും ഇരിപ്പില്ലേ? അവരുടെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ലല്ലോ, അത് അവരോടല്ലേ ചോദിക്കാൻ പറ്റും. ചോദിക്കടാ, നീ ഒന്ന് ചോദിച്ച് മേടിച്ച് ഒപ്പിച്ചാടാ, പയ്യാഞ്ഞിട്ടാടാ. പാരസെറ്റമോൾ പോലും ഇപ്പോൾ ഫ്രീ കിട്ടാത്ത അവസ്ഥയായിരുന്നു. ഇല്ലടാ, ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടൂലേ? അതിന് ഇവിടുന്ന് അവിടെ വരെ പോകണ്ടേ? പിന്നെ വണ്ടി വേണ്ടേ? നിന്റെ വണ്ടി ഫ്രീ അല്ലേ? പെട്രോൾ ഇല്ലല്ലോ. എണ്ണ അടിക്കണ്ടേ? അതിനും പൈസ വേണ്ടേ? ഇവിടെ നിന്ന് എഴുന്നേക്കണമെങ്കിൽ വേണം 10 രൂപ. എടി ഞാൻ പിന്നെ ഇവിടെ പനി പിടിച്ച് കിടന്ന് ചാവാൻ. നിന്നെ അങ്ങനെ ചത്തു കഴിഞ്ഞാൽ കുഴിച്ചിടുന്നവരും ഞാൻ ഏറ്റു. അപ്പം അന്ന് പനിക്കൊക്കെ ഉണ്ടായാലും മതിയായിരുന്നു. അല്ലടാ, അപ്പൊ നിനക്ക് എന്നെ ആശുപത്രി കൊണ്ടുപോകാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? നീ അങ്ങനെ പറയരുത്. എനിക്ക് ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് പൈസ ഇല്ലാണ്ട് എങ്ങനെ എടാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോവാൻ എങ്ങോട്ട് കയറിയിരിക്കും? എനിക്ക് പനിയാ. പനിയാ? ഇച്ചിരി മാറിയിരുന്നു. അയ്യോ, നല്ല പനിയുണ്ടല്ലോ. ആ പനിയുണ്ട്, മനുഷ്യന്മാരായ പനിയൊക്കെ വരും. എടാ നീ എന്ത് മനുഷ്യനാടാ? എന്തേ? 24 മണിക്കൂർ നീ അവനെയും കൂട്ടി പുറകെ നടന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കണം. നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു പനി വന്നപ്പോ ഇടുണ്ട് പനിന്ന്. അവനെ പൊള്ളിട്ട് തൊടാൻ പറ്റുന്നില്ല അവന്റെ ദേഹത്തോട്ട്. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കായിരുന്നു. അവൻ പറയുന്ന ആശുപത്രി കൊണ്ടുപോണ്ട. ഞാൻ അവനെ ആശുപത്രി കൊണ്ടുപോകാനുള്ള പരിപാടിയിലായിരുന്നു. നീ ആശുപത്രി പോണ്ടെന്ന് പറഞ്ഞോ? പോണെന്നാ പറഞ്ഞു. എടാ ഇപ്പോഴത്തെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. വല്ല എന്താ ഡെങ്കിപ്പനിയോ വല്ല എന്തെങ്കിലും വേറെ പനി. ആവശ്യമില്ലാത്ത പരിപാടി ഒന്നും പറയേണ്ടത് സാധാ പനിയാണ്. അല്ല എനിക്ക് നിനക്കറിയോ? നീ ഡോക്ടറാണോ?
സാധാ പനിയാണോ അല്ലെങ്കിൽ നീയാണോ നീ തീരുമാനിക്കുന്നത്? നേഴ്സാണോ? ഞാൻ നേഴ്സും ഡോക്ടറൊന്നും അല്ല, ഞാൻ ബുദ്ധിയും വിവരമുള്ള ഒരു മനുഷ്യയാണ്.